പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, ഇന്ന് മാമിനെ കൊണ്ടൊരു പാട്ട് പാടിച്ചിട്ടേ ഇടങ്ങുള്ളൂ. ഞങ്ങൾ നാളെ ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് മാമിയുടെ ഒരു പാട്ട് തീർച്ചയായും നമ്മുടെ നാടൻ കുമ്പളപ്പം ചക്കയും കൊണ്ട് കണ്ട. ശരണ്യൊക്കെ അങ്ങോട്ട് പാചകം കഴിഞ്ഞിട്ട് വേറെ ഒരു പരിപാടി ഇല്ല അല്ലേ ശരണ്യ? ആ കുമ്പളപ്പത്തിന്റെ അല്ലേ? അതെ അതെ അതെ. അപ്പൊ പോയി ഇല പറിച്ചോണ്ട് വരട്ടെ. കുമ്പളപ്പത്തിന്റെ ഇല പറിക്കാനായിട്ട് ഇതേ കാട്ടിലാട്ടൊക്കെ പോയിട്ടുണ്ട്. ഇതേ രമ അമ്മ മുമ്പേ നടന്ന്, സാന്ദ്ര അതേ പുറകെ നടക്കുന്നുണ്ട്. സൂക്ഷിച്ചൊക്കെ നടക്കണേ, വല്ല പാമ്പുണ്ടാകല്ലേ. ഞാൻ ഈ നാട്ടുകാരനല്ലേ, എനിക്ക് വഴിയറിയാൻ മേലേ ഇവിടത്തെ വരാന്നും പറഞ്ഞ് രമാമ്മ കുറേ നേരമായി നടപ്പ് തുടങ്ങിയിട്ട്. അമ്മ അമ്മ ഇത് എവിടം വരെ പോണം? ലേലുവല്ലു പറയിപ്പിക്കുവാ മിക്കവാറും. കണ്ട് ആ രണ്ടുപേരും കൂടി ഇതേ ഇല പറിക്കാൻ. ഓ, ആവശ്യത്തിനെടുത്തോ അല്ലേ? അങ്ങനെ ഇതൊന്നും ഞങ്ങളുടെ നാട്ടിലില്ലെന്നേ. ശരണ്യയുടെ ആഗ്രഹം സാധിച്ചിരിക്കും. അതെ. അമ്മ ഇനി എന്നൊക്കെ ചെയ്യണം ഇതിന്? ആ ഇങ്ങോട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ, ആ സ്ഥലമൊക്കെ കാണാൻ അങ്ങോട്ടൊക്കെ. അങ്ങനെ ഇലയൊക്കെ കിട്ടി. നല്ല ഇലയാണല്ലേ കിട്ടിയത്? അപ്പൊ അങ്ങനെ ശരണ്യയുടെ ഒരു ആഗ്രഹം നാത്തൂനും അമ്മയും കൂടി നിറവേറ്റി കൊടുക്കുകയാണ്. അപ്പത്തേ കണ്ട നല്ലൊരു റബ്ബർ തോട്ടാണ്. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോയേക്കാം, ചെന്ന് തുടങ്ങിയേക്കാം അല്ലേ? അത് കഴിഞ്ഞിട്ട് നമുക്ക് പോയേക്കാം. ആ അപ്പൊ മാമി റെഡിയല്ലേ പാട്ടൊക്കെ പാടാൻ? ആ അപ്പൊ ഇപ്പൊ ഇന്ന് ഏത് പാട്ടാണ് ശരണ്യക്ക് വേണ്ടി പാടാൻ? മൗനം സ്വരമായി. അതെ അതെ അതെ. ആ അത് അടിപൊളി പാട്ടാ. തെളിവേനലിൽ കുളിർമാരിയായി പെയ്തു നീ, അറിയാതെ എൻ തെളിവേനലിൽ കുളിർമാരിയായി പെയ്തു നീ, നീരവരാവിൽ ശ്രുതി ചേർന്നുവെങ്കിൽ മൃദുരമായി ലയമഞ്ജരി സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ ജന്മം സവലം എൻ ശ്രീരേഖയിൽ. അത്ര വേള് ശരണ്യ കൈകൊട്ടാതെ നിൽക്കണ എന്താന്ന്? പാട്ട് ഇനി ഉണ്ടെന്ന് ഓർത്താണല്ലേ ശരണ്യ? എന്താണ് ആണല്ലേ? അത് കാരണം കൈകൊട്ടാതെ നിൽക്കുകയാണ്. അപ്പൊ അടിപൊളി പാട്ടാണ് കേട്ടോ, സൂപ്പർ. ഇനി കൈകൊട്ടിക്കോ ശരണ്യ? അപ്പൊ നമുക്കിനി കുമ്പളപ്പത്തിലേക്ക് പോയേക്കാം. മാമിക്ക് മറ്റു വേദികളിലൊക്കെ പാട്ട് പാടാൻ അവസരം കിട്ടട്ടെ എന്ന്. ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല. അല്ല എന്നാലും അടിപൊളിയായിട്ടൊക്കെ പാടുന്നുണ്ട്. അതെ അതെ. മാമ എവിടം വരെ ആയി നമ്മുടെ കുമ്പളപ്പത്തിന്റെ? അരി പൊടിക്കുകയാണ്. ആഹാ, അരി പൊടിച്ച് അരിച്ചണ്ടിരിക്കുകയാണ് അല്ലേ? പച്ചരി അല്ലേ? ആഹാ. അപ്പൊ ഇനി ഇത് എങ്ങനെയാണ്? ചക്കപ്പഴമൊക്കെ വേണം അല്ലേ? ആ ചക്കയൊക്കെ ഇല്ലേ അവിടെ ഇട്ടിട്ടുണ്ടല്ലേ? അതെ അതെ. അപ്പൊ ഇനി ബാക്കി ഇവിടെ നിങ്ങൾ ചെയ്തിട്ട് നമുക്ക് കാണിക്കാം. കൂട്ടുകാരെ കണ്ട, അതെ ഇവിടെ അതെ ഇതൊക്കെ തുടങ്ങിയല്ലേ? തേങ്ങാ ചിരണ്ട് കണ്ട. നമ്മുടെ നാത്തൂൻ പാട്ട് പാടല് തന്നെയല്ല, തേങ്ങായും ഒക്കെ ചിരണ്ടണുണ്ടല്ലേ? ശരിയല്ലേ? അപ്പൊ പാട്ട് തേങ്ങായും ചിരണ്ടിക്കൊണ്ടാണ് ഇടയ്ക്ക് നാത്തും പാട്ടൊക്കെ പാടിക്കുന്നത്. അതെ, ഞങ്ങളിവിടെ വരുമ്പോൾ കേൾക്കാറുണ്ടല്ലേ ശരണ്യ? എപ്പോഴും നാത്തും മൂളിപ്പാട്ട് എന്തെങ്കിലുമൊക്കെ പാടിക്കൊണ്ടാണ്.
രമാമ്മ എന്തോ പറയുന്നുണ്ട്. അമ്മ എന്നാണ് അമ്മ പറയുന്നത്? രമാമ്മക്ക് എന്തോ ഒരു ഇല്ല. ശരണ്യാ, എന്തൊക്കെയാണ് എടുത്തു വെച്ചിരിക്കാന്ന് കാണിച്ചു കൊടുത്തേ. കണ്ട നമ്മുടെ നാത്തൂൻ തേങ്ങാ ചിരണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ജീരകവും അരിപ്പൊടിയും കൂടി നമ്മുടെ രമാമ്മ അല്ലെ അരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെ, ഇലയൊക്കെ നന്നായിട്ട് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. ആണല്ലേ? എന്താ ഇന്ന് ശർക്കര ജീവിക്കണം. ഇന്നെന്നാ വണ്ടി കഴുകണോ? ആ, നമ്മുടെ വണ്ടിയുടെ വിശേഷത്തിലേക്ക് ഇതിൻ്റെ ഇടക്ക് പോകാം. നമ്മുടെ അനിയത്തിയുടെ ഭർത്താവിൻ്റെ വണ്ടിയാണ് കേട്ടോ, കാശിനാഥൻ വണ്ടി. കേട്ടാ എന്താ അല്ലേ? നമ്മുടെ അനിയനൊരു ഇതുണ്ട്, വണ്ടി എപ്പോഴും നല്ല വൃത്തിക്ക് കൊണ്ട് നടക്കണം, എപ്പോഴും തൂത്തും തുടച്ചും അങ്ങനെ ഒക്കെയാണ് നമ്മുടെ കാശിനാഥൻ വണ്ടി കൊണ്ട് നടക്കുന്നത്. വണ്ടിയുടെ അകത്തെ സെറ്റപ്പൊക്കെ കണ്ട ഇതൊക്കെയാണ്. നമ്മുടെ കൊച്ചിൻ്റെ പേരാണ് ശ്രീനാഥ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ അകത്തെ സെറ്റപ്പ്. പിന്നെ വണ്ടിയുടെ ക്യാബിൻ്റെ അകത്തൊക്കെ ഭംഗിയൊക്കെ കണ്ട. രാഹുലേ, എന്നാ രാഹുൽ വണ്ടി കഴുകുക. ആ നേരത്ത് ഞങ്ങൾ പോയണ്ടല്ലോ, കുമ്പിളപ്പം ഇണക്കി വെക്കട്ടെ. അതെ അതെ. ഇതെന്താണ് എല്ലാവരുമായിട്ട് വർത്താനം പറഞ്ഞ് ഇളക്കിക്കൊണ്ടിരിക്കണേ? എന്നാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതെന്ത് ചക്ക വഴറ്റി വെച്ചതാണല്ലേ? കേടാകാതിരിക്കാനാ? അപ്പൊ ഇത് ഇതിലായിട്ട് ചേർക്കണം അല്ലേ? അപ്പൊ ഇതൊക്കെ ചേർത്തിട്ട് അമ്മ അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ കൊല വെട്ടാൻ പോണെന്ന് പറയണ കേട്ട്. അപ്പൊ അത് വെട്ടാൻ പോയി. എന്നാ ശരി ശരി, എന്നിട്ടൊക്കെ ബാക്കി ചെയ്യാം. ശരണ്യ അതെ കുമ്പളപ്പത്തിന് കുഴച്ചണ്ടിരിക്കുക. ശരണ്യ ഇവിടെ വന്നിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എവിടെ ചെന്നാലും അടുക്കള അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ കഴിയല്ല. അമ്മ തന്നെ വീണ്ടും കുഴക്കാനായിട്ട് തുടങ്ങി. കാരണം ശരണ്യക്കും മേലാതിരിക്കണോണ്ടാണ്. അതെ അതെ അതെ, ഒന്നും ചെയ്യിപ്പിച്ചില്ല വന്ന പിന്നെ. കണ്ട അതെ ശരണ്യ അതെ കൊലയൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അമ്മ വെട്ടിക്കൊണ്ട് വന്നതാണല്ലേ? ആ, ആരാണ് പറഞ്ഞു? തന്നതാണ്. തന്നതാണ്. അതേ കണ്ട അതേ മാമി പോരാത്ത ശർക്കര കൂടി ചീവി ഇട്ട്. ഈ എല്ലാരും ചോദിക്കും എന്താണ് മാമി മാമി എന്ന് വിളിക്കണം. അതെന്താണെന്ന് മാമി തന്നെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. നാത്തൂനെ മാമി എന്ന് വിളിക്കാൻ കാരണം ഞങ്ങളുടെ ഇവിടുത്തെ കുഞ്ഞ് ഉണ്ണിക്കുട്ടൻ മാമിന്ന് വിളിച്ച് അതിപ്പോ എല്ലാരും അങ്ങനെ മാമിയാക്കി. ഇപ്പൊ നാട്ടുകാർക്ക് വരെ മാമിയായി. ഞങ്ങളുടെ ഉണ്ണിക്കുട്ടൻ വിളിച്ചാണ് അതെ, എല്ലാരും ഉണ്ണിക്കുട്ടന് നാണം വന്നിരിക്കുക. നന്നായിട്ട് പാട്ടൊക്കെ പാടും. ആണല്ലേ? പാട്ട് പാടും. ഇല്ല. പിന്നെ വേറെ ഒരു കാര്യം മാമിയോട്, നമ്മുടെ ബിനുച്ചേട്ടനുണ്ടല്ലോ കോട്ടയത്തെ, ബിനുച്ചേട്ടൻ പറഞ്ഞ് കുമ്പിളപ്പം ഇണക്കി കഴിയുമ്പോൾ മാമി ഏത് പാട്ട് പാടണമെന്ന് പറഞ്ഞെന്നറിയാം. ആ അതെ, സത്യം ഇപ്പൊ എന്നോട് പറഞ്ഞതേ ഉള്ളു. അപ്പൊ കുമ്പിളപ്പം ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് റെഡിയാകട്ടെ അല്ലേ? അങ്ങനെ അതെ അമ്മ ഇടിയപ്പത്തിന്റെ പാത്രമൊക്കെ എടുത്തതേ അടപ്പ വെച്ചു. നമ്മുടെ ശരണ്യ അത് കത്തിച്ച് കൊടുക്കുന്നുണ്ട് അല്ലേ? മടക്കാം. അതെ. ആ, ശരണ്യ ശ്രമിച്ചൊക്കെ നോക്കണുണ്ട്. ശരണ്യൊക്കെ മനസ്സിലായില്ല. അതാ എന്നാണ് അതേ കണ്ട കൊച്ചു വരെ ശരണ്യനെ കളിയാക്കുന്നു. റെഡിയാക്കി അല്ലേ അമ്മ റെഡിയാക്കി. അപ്പം അതേ കണ്ട അതിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ എല്ലാം മടക്കി എടുത്തോണ്ടിരിക്കുകയാണ് അല്ലേ? വണ്ടി കഴുകി തീർതിയാണ് കേട്ടാ. 2 പേരും കൂടി കണ്ട നമ്മുടെ അളിയൻ വന്ന ഉടനെ തന്നെ അതെ ഞങ്ങൾ വന്ന വണ്ടിയാണ് കേട്ടോ. ഞങ്ങളുടെ വണ്ടി ഇവിടെ എപ്പോൾ വന്നാലും അളിയനൊന്നും ഇങ്ങനെ തേച്ച് കഴുകി വൃത്തിയാക്കിയൊക്കെയാണ് തന്നു വിടണത്. അതെ,
അപ്പു എന്താ ഒന്ന് ഹായ് കൊടുത്തേ നമ്മുടെ കൂട്ടുകാർ. അതെ 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 കണ്ട എല്ലാരും ഉണ്ട്. നമ്മുടെ ഓട്ടോയുടെ ഇത് എവിടം വരെ രാഹുലേ കഴുകി കഴിഞ്ഞാ? ആഹാ അപ്പു എപ്പോഴും ഇവിടെ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ വണ്ടി നന്നായിട്ട് കഴുകിയൊക്കെയാണ് തന്നെ വിടുന്നത്. സത്യം പറയാല്ല ഞാൻ നേരാ സത്യം പറയാല്ല അപ്പു ഇവിടെ വരുമ്പോഴാണ് ഇതൊന്ന് കഴുകണത്. കാരണം നമുക്ക് കാരണം അവിടെ സമയമില്ല അപ്പു. സെയില് പോണം. പിന്നെ നമ്മൾ ഇപ്പൊ വീഡിയോ അങ്ങനെയല്ല നമ്മുടെ അനിയൻ പറയുന്നത് കേട്ടോ, വെള്ളമുള്ള നാട്ടിൽ നിന്ന് വന്നിട്ടും വെള്ളം ഇല്ലാത്ത നാട്ടിൽ വണ്ടി കഴുകാണ്. എന്റെ വണ്ടി കണ്ട നല്ല അടിപൊളിയായിട്ട് അപ്പു കൊണ്ട് നടക്കുള്ളു അല്ലേ? എന്നാണ് അപ്പു പറഞ്ഞ ഈ വണ്ടി കൂടി കഴുകണ? ആഹാ അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി വണ്ടി കഴുകുക. അവിടെ കുമ്പിളപ്പം എവിടം വരെ ആയെന്നൊക്കെ ഒന്ന് നോക്കട്ടെ. ഇതൊക്കെയാണ് കണ്ട ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളൊക്കെ കൂട്ടുകാരുമായിട്ടൊക്കെ പങ്കുവെക്കുന്നത്. എവിടം വരെ ആയി? സെറ്റ് ആയിട്ടുണ്ടല്ലേ? കുമ്പിളപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ആ വേവിക്കാൻ വെക്കുക. ഇവിടെ ചെന്നിക്ക് ഒത്തിരി എത്തിയല്ലേ? നമ്മുടെ അവിടത്തെ പോലെ അല്ല. അപ്പൊ ഇതൊന്ന് വെന്ത് വരുന്നവരെ വാടിക്ക വന്ന് നിക്കണം. മോൾക്ക് എന്തോ മേടിച്ചണ്ടേ അച്ചാച്ചൻ വരുന്നത് കണ്ട കണ്ടേ? അച്ചാച്ചൻ കൊണ്ടുവന്ന് മകളുടെ കയ്യിൽ ഏൽപ്പിച്ച്. ഉള്ളിവടയാണോ മേടിച്ചോണ്ട് വന്ന്? എന്നാ വാ അച്ചാച്ചൻ അകത്താട്ട് കയറി. നമ്മുടെ അച്ചാച്ചൻ വന്ന് ഒന്ന് TV വെക്കുകയാണ്. ശരണ്യതേ കാപ്പിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. മകളുടെ കയ്യിൽ നിന്ന് കാപ്പി മേടിച്ച് കുടിക്കണം അല്ലേ? വന്നാണ് മോളോട് കാപ്പി തന്നു. കൊച്ചുപോൾ ഓടി കാപ്പി തന്നു. ആരോടാ ഞാൻ മേടിക്കുന്നത് ഇപ്പം? അച്ചാച്ച നമ്മുടെ കൂട്ടുകാരോട് അച്ചാച്ചൻ എന്താണ് പറയാനുള്ളത്? എൻ്റെ മക്കളെ നിങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്യണം. മക്കളെ സപ്പോർട്ട് ചെയ്യണം. അതാണ് അച്ചാച്ചന് പറയാനുള്ളത് നമ്മുടെ കൂട്ടുകാരോടൊക്കെ. അച്ചാച്ചൻ ക്ഷീണിച്ചൊക്കെ വന്നിരിക്കുകയാണ്, ചായ കുടിക്കുകയാണ്. ഇതിന്റെ ഇടക്കാണ് ഞാൻ ഈ വീഡിയോയുമായിട്ടൊക്കെ വരുന്നത് അല്ലേ? കുമ്പിളപ്പത്തിനെ പറ്റി ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞായിരുന്നല്ല. അപ്പൊ പാടിക്കോ മാമി, എന്താണ് കുമ്പിളപ്പത്തിനെ പറ്റി പാട്ട്? അടിപൊളി പാട്ടാണ്. അപ്പൊ പാട്ട് പോലെ അടിപൊളി ആയിരിക്കണം നമ്മുടെ ഈ പാത്രത്തിൽ ഇരിക്കുന്ന കുമ്പിളപ്പവും അല്ലേ? അപ്പൊ നമുക്ക് ഇതൊന്ന് വെന്ത് വരട്ടെ. അതെ ശരണ്യ ആലപ്പുഴ വെച്ച് തന്നെ പറയുന്നതാണ്, വീട്ടിൽ വന്ന ഒരു ദിവസമെങ്കിലും കുമ്പിളപ്പം ഇണക്കുമെന്ന്. അപ്പൊ നമുക്ക് പൊട്ടിച്ചേക്കാം. വാ ഇത് പിടി, ഞാൻ എടുത്തു തരാം. ഇത് ഞാനാണ് പൊട്ടിക്കണത്. അല്ല തണുത്തൊക്കെ ഇരിക്കാണ്. ഇതിന്റെ ഇടയ്ക്ക് കറണ്ട് പോയായിരുന്നു, അത് കാരണം വീഡിയോ എടുക്കാൻ വെച്ച് താമസിച്ചു. അതെ നല്ല നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. കുമ്പിളപ്പം കണ്ടോ? സൂപ്പർ. അതെ അതെ ഇങ്ങനെ ഇരിക്കും കണ്ട, അടിപൊളി കുമ്പിളപ്പാണല്ലേ? അപ്പൊ അതെ ശരണ്യ നമ്മളത് അനിയത്തി മണ്ണുണ്ട്. അതെ കണ്ട നമ്മുടെ അനിയത്തി തിരിഞ്ഞില്ല, എന്നാലും കണ്ട നമ്മുടെ അനിയത്തി സന്ധ്യ കൂടി എത്തി. അപ്പൊ അങ്ങനെ കണ്ടോ അടിപൊളി സാധനം. താഴെ പോയല്ല പിന്നെ എടുക്കാം. പിന്നെ കുട്ടികൾക്ക് വേണോ? നല്ല കേട്ടോ. ആദ്യം ചേച്ചിക്കാനോ? അതാണ് സ്നേഹം. അത് ചേട്ടനോ? ഇനി അത്
നാത്തൂനും കൂടെ കൊടുത്തേക്കാം. ആ ക്യാമറ പിടിക്കുന്നത് നമ്മുടെ നാത്തൂനാണ് കേട്ടോ. ഇനി ഞാൻ അവസാനം കഴിക്കാം. കൊള്ളാം. അങ്ങനെ നമ്മുടെ കുമ്പളപ്പവും നമ്മുടെ സ്നേഹവും നമ്മുടെ നാത്തൂന്റെ പാട്ടും അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ അവളോട് പോയി വീഡിയോ. കരയുന്നു. അതെ, കൊച്ചു കരയണോണ്ടാണ്. ഇപ്പൊ പ്രഗ്നന്റ് ആണ് 7-ാം മാസം. ഇപ്പൊ ശരണ്യയുടെ അനിയത്തി പ്രഗ്നന്റ് ആണ് 7-ാം മാസം. അപ്പൊ അത് കാരണം കൊച്ചും കരയണ കാരണം അങ്ങോട്ട് പോയി. അപ്പൊ കൂട്ടുകാരെ, ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്കും സുഖം തന്നെയാണ്. അപ്പൊ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കാൻ. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ